പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം ഈ പാഠമാണ് ആരംഭിക്കുന്നത്. സ്റ്റാഫിംഗ് എന്നുള്ള പാഠത്തിൻ്റെ 1ാമത്തെ പാർട്ടാണ് ഇന്ന് ആരംഭിക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം എന്നുള്ള ഈ പാഠത്തിൽ എന്താണ് സ്റ്റാഫിംഗ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, സ്റ്റാഫിങ്ങിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ് തുടങ്ങിയ 2 ഫങ്ഷൻസ് കാണുകയുണ്ടായി. മാനേജ്മെൻറ്റിൻ്റെ 5 പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ 2 എണ്ണമാണ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞത്, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും. അപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം ഓർഗനൈസിങ് നിർവഹിച്ചു, അതിനനുസരണമായിട്ട് ആവശ്യമുള്ള ജീവനക്കാരെ നമ്മൾ നിയമിക്കേണ്ടതായിട്ടുണ്ട്. ഓർഗനൈസിങ്ങിൽ ഏതൊക്കെ ജോബ് പൊസിഷൻസാണ് സ്ഥാപനത്തിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് ആവശ്യമെന്ന് നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞു. ആ ഓരോ തസ്തികയിലേക്കുമുള്ള ജീവനക്കാരെ നിയമിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഇനി നിർവഹിക്കേണ്ടത്. സ്റ്റാഫിംഗ് എന്നുള്ള പാഠത്തിലൂടെ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉദ്യോഗവൽക്കരണം സ്ഥാപനത്തിലെ ജീവനക്കാരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൻ്റെ പരിധിയിൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിഭാധനന്മാരായിട്ടുള്ള, അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ആ ജീവനക്കാരുടെ മികവിലൂടെയാണ് സ്ഥാപനങ്ങൾ വിജയങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക മാനേജ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയെ ഒരു അസറ്റായിട്ട്, സ്ഥാപനത്തിലെ ജീവനക്കാരെ ബിസിനസ്സിൻ്റെ ഒരു ആസ്തിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ജീവനക്കാരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റാഫിംഗ് എന്നുള്ള പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എന്താണ് സ്റ്റാഫിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദ മീനിങ് ഓഫ് സ്റ്റാഫിംഗ്. In the simplest terms, staffing is putting people to jobs. വ്യക്തികളെ ജോലിയിൽ ഏർപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ജീവനക്കാരെ വിവിധ തസ്തികകളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, സ്ഥാപനത്തിലെ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ ഏർപ്പെടുത്തുന്ന, ജോലിയിൽ ഏർപ്പെടുത്തുന്ന പ്രക്രിയയാണ് അപ്പോൾ സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം. It is the process of filling the various posts provided in an organization. സ്റ്റാഫിങ്ങിലൂടെ അവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ വ്യത്യസ്ത തസ്തികകൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ വിവിധ തസ്തികകളിൽ നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് അവരെ ജോലിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദ വേരിയസ് പോസ്റ്റ് പ്രൊവൈഡഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഓർഗനൈസേഷൻ വിവിധ തസ്തികകൾ നിർണ്ണയിച്ചിട്ടുള്ളത്. ആ തസ്തികകളിൽ നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ ജോലിയിൽ ഏർപ്പെടുത്തുന്ന പ്രക്രിയയാണ് അപ്പോൾ സ്റ്റാഫിംഗ്. Staffing means placing the right person on the right job in the right time. Staffing means placing the right person, ഏറ്റവും ഉചിതമായുള്ള വ്യക്തികളെ, റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. നമ്മൾ നിർണ്ണയിച്ച
അയാൾക്ക് ഉചിതമായിട്ടുള്ള തസ്തികകളിലേക്ക് ആ ജീവനക്കാരെ ജോലിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. ആൻഡ് ഇൻ ദ റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ, റൈറ്റ് ജോബ് ആൻഡ് ഓൾസോ റൈറ്റ് ടൈം. സോ സ്റ്റാഫിംഗ് മീൻസ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് in the right time. Again, staffing is concerned with obtaining, utilizing and maintaining a satisfactory and satisfied workforce. വളരെ ലളിതമായൊരു നിർവചനം ആണ് ഇവിടെ സ്റ്റാഫിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്റ്റൈനിങ്, നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്തലാണ്. ഒബ്റ്റൈനിങ് ആൻഡ് യൂട്ടിലൈസിങ് ദം, യൂട്ടിലൈസിങ് അവരെ പ്രയോജനപ്പെടുത്തുകയാണ്. ആൻഡ് മെയിൻറ്റെയിനിങ് അവരെ സ്ഥാപനത്തിൽ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. യൂട്ടിലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എങ്ങനെയുള്ള സ്റ്റാഫ്? സാറ്റിസ്ഫാക്ടറി, തൃപ്തികരമായിട്ടുള്ള. ആൻഡ് ഓൾസോ ദ വർക്ക് ഫോഴ്സ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്, സംതൃപ്തരായിട്ടുള്ള ജീവനക്കാരെ നമുക്ക് തൃപ്തികരമായ രീതിയിൽ അവിടെ സ്ഥാപനത്തിൽ ആ ജോലിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി, അവരുടെ സേവനം സ്ഥാപനത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ സ്ഥാപനത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് സ്റ്റാഫിങ്ങിനെ കാണാം. സോ സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഒബ്റ്റൈനിങ്, യൂട്ടിലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ആൻഡ് ഓൾസോ എ സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. സ്റ്റാഫിംഗ് ബിഗിൻസ് വിത്ത് വർക്ക് ഫോഴ്സ് പ്ലാനിങ് and includes different other functions like recruitment, selection, training, development, promotion, compensation and performance appraisal of the workforce. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൽ ഉൾക്കൊള്ളുന്നത്? We know staffing begins with വർക്ക് ഫോഴ്സ് പ്ലാനിങ്. നമുക്ക് എത്രമാത്രം ജീവനക്കാരെ വേണം, ഏതൊക്കെ തസ്തികയിൽ നമുക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട്, എന്ത് യോഗ്യതയുള്ള ജീവനക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, ഇത്തരത്തിലുള്ള ഒരു വർക്ക് ഫോഴ്സ് പ്ലാനിങ്, ജീവനക്കാരെ സംബന്ധിച്ച് ഒരു പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതുണ്ട്. സോ സ്റ്റാഫിംഗ് ബിഗിൻസ് വിത്ത് വർക്ക് ഫോഴ്സ് പ്ലാനിങ് ആൻഡ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് അതർ ഫങ്ഷൻസ്. മറ്റുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾച്ചേരുന്നു സ്റ്റാഫിങ്ങിൽ. ഏതൊക്കെ? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, പ്രമോഷൻ, കോമ്പൻസേഷൻ ആൻഡ് ഓൾസോ the performance appraisal of the workforce. തുടർന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഫോഴ്സ് പ്ലാനിങ്ങിൽ ആരംഭിച്ച് അവിടെ തുടർന്ന് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ, കോമ്പൻസേഷൻ. ഇവിടെ കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത് റെമ്യൂണറേഷൻ നൽകലാണ്, പ്രതിഫലം നൽകലാണ്. ജീവനക്കാർക്ക് തക്കതായ പ്രതിഫലം നൽകൽ, അവർക്ക് സാലറി, വേജസ് കൊടുക്കൽ. കോമ്പൻസേഷൻ ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ, അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതടക്കമുള്ള ആ വർക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾച്ചേരുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാഫിംഗ് ഈസ് എ സെപ്പറേറ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജർമാർ നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമാണത്. മോഡേൺ മാനേജ്മെൻറ്റ് നമുക്കറിയാം, അതിനുവേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ വിശാലാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിൽ ഒരുപാട് നടപടിക്രമങ്ങൾ വരുന്നുണ്ട്. കേവലം ജീവനക്കാരെ നിയമിക്കുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല, അവിടെ ഒരുപാട് പ്രക്രിയകൾ ഉൾച്ചേരുന്ന ഒന്നാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ ഫങ്ഷൻ ഓഫ് മാനേജേഴ്സ്. Nowadays in large organizations it is performed as under a separate department. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. സോ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം? സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. The right people can help you to take your business to the top.
ദ റോങ് പീപ്പിൾ ക്യാൻ ബ്രേക്ക് യുവർ ബിസിനസ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ഇത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ദ റൈറ്റ് പീപ്പിൾ ക്യാൻ ഹെൽപ്പ് യു ടു ടേക്ക് യുവർ ബിസിനസ് ടു ദ ടോപ്പ്. അപ്പോൾ മികവുറ്റ ജീവനക്കാരാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസ്സിൻ്റെ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും. എന്നാൽ മോട്ടിവേറ്റഡ് അല്ലാത്ത, ഹാർഡ് വർക്കിംഗ് അല്ലാത്ത ജീവനക്കാരാണ് അല്ലെങ്കിൽ കഴിവില്ലാത്ത ജീവനക്കാരാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളെങ്കിൽ അതും അത് നമ്മുടെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണം. സോ ദ റൈറ്റ് പീപ്പിൾ ക്യാൻ ഹെൽപ്പ് യു ടു ടേക്ക് യുവർ ബിസിനസ് ടു ദ ടോപ്പ്. അറ്റ് ദ സെയിം ടൈം ദ റോങ് പീപ്പിൾ ക്യാൻ ബ്രേക്ക് യുവർ ബിസിനസ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു. സ്റ്റാഫിങ് ശരിയായിട്ടുള്ള വ്യക്തികളെ സ്ഥാപനത്തിൽ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചു ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ മനുഷ്യ വിഭവശേഷി എന്നൊരു അസറ്റായിട്ടാണ് ബിസിനസ്സിൻ്റെ ഒരു അസറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. കഴിവുറ്റ ജീവനക്കാർ, ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ അത് സ്ഥാപനത്തിൻ്റെ വിജയത്തിന് കാരണമാകുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ഭൗതിക വിഭവങ്ങളെ, മറ്റ് മെറ്റീരിയൽ റിസോഴ്സസ് അവയൊന്നും ജീവനില്ലാത്തവയാണ്, നമുക്കറിയാം. റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മിഷൻ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, പണമായിക്കോട്ടെ. അപ്പം അത്തരത്തിലുള്ള എല്ലാ ഫിസിക്കൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സ് പോലെയല്ല. ഇത്തരത്തിലുള്ള ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇന്നാക്റ്റീവാണ്. ആക്റ്റീവായിട്ടുള്ള ഒറ്റൊരു എലമെൻ്റ് ഓഫ് പ്രൊഡക്ഷനേ ഉള്ളൂ. അത് ഹ്യൂമൻ ബീയിങ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളവിടെ എംപ്ലോയീസാണ്. അപ്പോൾ എംപ്ലോയീസ് എത്ര കാര്യക്ഷമമായിട്ട് ഈ മെറ്റീരിയൽ റിസോഴ്സസിനെ ഹാൻഡിൽ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും സ്ഥാപനത്തിന് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം അറിയിക്കുന്നുവെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് സ്റ്റാഫിംഗ് പ്രാധാന്യം അറിയിക്കുന്നത്? സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യത്തിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. സോ ഫസ്റ്റ്ലി അബൌട്ട് കോമ്പീറ്റൻറ്റ് പേഴ്സണൽ. കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണലിനെ പ്രദാനം ചെയ്യുന്നതിൽ സ്റ്റാഫിങ്ങിന് വലിയ പങ്കുണ്ട്. കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ജീവനക്കാരാണ് നമുക്കുള്ളത്. Staffing helps in discovering and obtaining competent personnel for various jobs. നമ്മുടെ സ്ഥാപനത്തിലെ വിവിധ തസ്തികകളിൽ ഏറ്റവും കഴിവുറ്റവരെ ലഭിക്കാൻ വേണ്ടി സ്റ്റാഫിങ്ങിലൂടെയാണ് സാധിക്കുന്നത്. നമ്മൾ കണ്ടു, ഒരു സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് പ്രതിഭാധനരായിട്ടുള്ള ജീവനക്കാരുടെ സാന്നിധ്യമാണ്. പ്രതിഭാധനരോടൊപ്പം തന്നെ അവർ ജോലി ചെയ്യാൻ സന്നദ്ധരുമായിരിക്കണം, ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കണം. അപ്പോൾ കഠിനാധ്വാനികളും പ്രതിഭാശാലികളുമായിട്ടുള്ള ജീവനക്കാരെ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നതിൽ സ്റ്റാഫിംഗ് പ്രാധാന്യം അറിയിക്കുന്നു. അതിൽ വീഴ്ച സംഭവിച്ചാൽ നമുക്കറിയാം സ്ഥാപനത്തിൻ്റെ പരാജയത്തിന് അത് കാരണമായേക്കാം. സോ സ്റ്റാഫിംഗ് ഹെൽപ്സ് ഇൻ ഡിസ്കവറിങ് ആൻഡ് ഒബ്റ്റൈനിങ് കോമ്പീറ്റൻറ്റ് പേഴ്സണൽ, ദ സ്റ്റാഫ്, ദ എംപ്ലോയീസ്, കോമ്പീറ്റൻറ്റ് പേഴ്സണൽ ഫോർ വേരിയസ് ജോബ്സ്. ആൻഡ് സെക്കൻഡ്ലി ഹയർ പെർഫോമൻസ്, ബെറ്റർ പെർഫോമൻസ്. സ്ഥാപന ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന സ്റ്റാഫിംഗ് ആണ്. ഹൈ പെർഫോമൻസിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് ഇൻക്രീസസ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ബൈ പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. കഴിവുള്ളവരെ ഓരോ തസ്തികയിലേക്കും ജോലിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സ്ഥാപന ലക്ഷ്യം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സ്റ്റാഫിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. So staffing increases organizational performance by putting right person on the right job. And thirdly, it helps in survival and growth of the organization. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമൊക്കെ സ്റ്റാഫിംഗ് നിർണായകമാണ്. Staffing ensures the continuous survival and growth of the enterprises through the succession planning,
for managers. So staffing helps in survival and growth because it ensures the continuous survival and growth of the enterprise. Again, through the succession planning for managers. ഇപ്പോൾ ഭാവിയിലേക്കുള്ള മാനേജർമാരെ കണ്ടെത്തുന്നത് നമ്മുടെ കീഴ്ജീവനക്കാരിൽ നിന്ന് തന്നെയാണ് കൂടുതൽ. അപ്പൊ സ്ഥാപനത്തിനൊരു തുടർച്ചയും വളർച്ചയുമൊക്കെ സ്റ്റാഫിംഗ് പ്രദാനം ചെയ്യുന്നുണ്ട്. സ്റ്റാഫിംഗ് എൻഷുവേഴ്സ് the continuous survival and growth of the enterprise through the succession planning. നാളെ ആരാണ് പിന്തുടരേണ്ടത്, നാളത്തെ തുടർച്ച എന്താണ്? സക്സഷൻ പ്ലാനിങ്ങിന് മാനേജർമാരെ സഹായിക്കുന്നത് സ്റ്റാഫിംഗ് ആണ്. And fourthly speaking, it helps in optimum utilization of human resources. പ്രോപ്പറായിട്ട് സ്റ്റാഫിംഗ് നടത്തുന്നതിലൂടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉറപ്പാക്കാൻ കഴിയുന്നു. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഫലവത്തായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കുന്നതിൽ സ്റ്റാഫിംഗ് ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. Staffing helps to ensure optimal utilization of the human resources by avoiding overstaffing and understaffing. ഒരിക്കലും ഓവർസ്റ്റാഫിങ്ങോ അണ്ടർസ്റ്റാഫിങ്ങോ അഭിലഷണീയമല്ല. ആവശ്യത്തിലധികം ജീവനക്കാർ ഓവർ സ്റ്റാഫിംഗ്. എന്നാൽ ഷോർട്ടേജ് ഉണ്ടാവുന്ന ജീവനക്കാരിൽ അണ്ടർസ്റ്റാഫിംഗ്, ഇത് രണ്ടും അഭിലഷണീയമല്ല. റൈറ്റ് ടൈമിൽ ഓരോ ജോബ് പൊസിഷനിലും കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ ജീവനക്കാർ ഉണ്ടാവണം എന്നുള്ളതാണ് അവിടെ സ്റ്റാഫിങ് ഉറപ്പു നൽകുന്നത്. അപ്പോൾ സ്റ്റാഫിങ്ങിലൂടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഉറപ്പാക്കാൻ കഴിയുന്നു. കാരണം പ്രോപ്പർ സ്റ്റാഫിങ്ങിലൂടെ അവിടെ ഓവർ സ്റ്റാഫിങ്ങോ അണ്ടർ സ്റ്റാഫിങ്ങോ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. Then fifthly, job satisfaction. Proper staffing improves job satisfaction and the morale of the employees through objective assessment and fair reward to their contribution. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റാഫിംഗ് നിർവഹിക്കപ്പെടുന്നതിലൂടെ അവിടെ ജീവനക്കാർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, അവർക്ക് ന്യായമായ വേതനം നൽകുന്നു, അവർക്ക് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകളൊക്കെ നൽകുന്നു. അതിലൂടെ തൃപ്തരായിട്ടുള്ള ജീവനക്കാരുണ്ടാകുകയും പ്രോപ്പർ സ്റ്റാഫിങ്ങിന്റെ ഫലമായിട്ട് അപ്പോൾ ജീവനക്കാർ കൂടുതൽ സംതൃപ്തിയോടുകൂടി ജോലി എടുക്കുകയും സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. സോ staffing improves job satisfaction and morale of the employees through objective assessment. കൃത്യമായിട്ട് ജീവനക്കാരെ അസസ് ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ന്യായമായ വേതനം കൊടുത്തുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷനുള്ള ഫെയർ റിവാർഡ് നൽകിക്കൊണ്ട് അതിലൂടെ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. അവരിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് സ്ഥാപനത്തിന് കിട്ടുകയും സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും. Then lastly, yes, these are the major points of importance of staffing function. ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ആ പോയിന്റ്സ്. ആദ്യമായി കോമ്പീറ്റന്റ് പേഴ്സണലിനെ പ്രദാനം ചെയ്യുന്നു. രണ്ടാമതായിട്ട് സ്ഥാപനത്തിന്റെ ഹയർ പെർഫോമൻസിന് കാരണമാകുന്നു. Then it helps in survival and growth. And fourthly, it helps in optimal utilization of human resources. And finally, it results in job satisfaction. So these all are the points of importance of staffing function. Next we shall discuss about the human resources management. നമ്മൾ കാണുകയുണ്ടായി പ്രാരംഭ കാലഘട്ടങ്ങളിൽ സ്റ്റാഫിങ് എല്ലാ മാനേജർമാരും നിർവഹിക്കേണ്ട ഒരു കർത്തവ്യമായിട്ടാണ് കണ്ടുകൂട്ടിയിരുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയലൈസേഷന്റെയും തുടർന്നുള്ള ബിസിനസ് രംഗത്ത് വന്ന കുതിപ്പിന്റെയും ഫലമായി വൻകിട സ്ഥാപനങ്ങൾ നിലവിൽ വരികയും അവിടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാഫിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യാൻ തുടങ്ങി.
അതാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയ മാനേജ്മെന്റിൽ വരുന്നു. പ്ലാനിങ് ഓർഗനൈസിംഗ് പോലെ തന്നെ ഒരു ഫംഗ്ഷനായിട്ട് സ്റ്റാഫിംഗ് എല്ലാ മാനേജർമാരും നിർവഹിച്ചിരുന്ന ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്, ഒരു ഫങ്ഷണൽ ഏരിയ, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എന്നിവ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫോം ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ചും വൻകിട സ്ഥാപനങ്ങൾ. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രോഡർ സെൻസിൽ കാണുകയാണെങ്കിൽ, സ്റ്റാഫിങ്ങിനെ കുറച്ചുകൂടെ ബ്രോഡർ സെൻസിൽ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. HRM, Human Resources Management, is the term used to describe formal systems devised for the management of people within an organization. അപ്പോൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ഫോർമൽ ആയിട്ടൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ, അവിടെ അത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ബ്രോഡർ ടേമിലാണ് പറയുന്നത്. സോ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, HRM, is the term used to describe formal systems devised for management of people within an organization. In large organizations, a separate department called the Human Resources Department is formed, which are specialists in managing people. A Human Resources Department എന്ന് പറയുന്നത് വൻകിട സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യാറുണ്ട്. അവരൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എന്നതുപോലെ അവിടെ ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് വൻകിട സ്ഥാപനങ്ങൾ ഫോം ചെയ്യും. ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ്. The responsibilities of a human resources manager falls into 3 major areas. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ പ്രധാനമായിട്ടും 3 ഏരിയയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടി വരിക. സ്റ്റാഫിംഗ്, എംപ്ലോയി കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, ആൻഡ് ഓൾസോ ഡിഫൈനിങ് ദ വർക്ക്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജറുടെ കേവലം ഒരു ഫംഗ്ഷൻ മാത്രമാണ്. He should also deal with the employee compensation and benefits, and also defining the work. All such related activities are also to be performed by a human resources manager. For staffing മാത്രമല്ല ഒരു human resources managerയുടെ ചുമതല എന്ന് പറയുന്നത്. So staffing is only a part of the human resources management. അതുകൊണ്ട് human resources management എന്ന് പറയുന്ന ഒരു ബ്രോഡർ ടേം ആണ്. അതിന്റെ ഒരു പാർട്ടായിട്ട് മാത്രം വരുന്ന ഫംഗ്ഷനാണ് എന്ത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ബ്രോഡർ ടൈം ആയിട്ട് ഉപയോഗിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഫംഗ്ഷൻ മാത്രമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്? അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക? What are the functions of human resources management? അല്ലെങ്കിൽ ഇത്തരമൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? What are the functions of human resources management? Duties performed by human resources management include recruitment, developing compensation and incentive plans, training and development of employees, maintaining labor relations and union management relations, handling employee grievances and complaints, providing for social security and welfare of employees, and also defending the company in lawsuits and avoiding legal complications. These all are the major functions performed by the human resources management. അപ്പൊ HRM ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുമ്പോൾ
ആ ഡിപ്പാർട്ട്മെന്റിലെ ചുമതലയിലുള്ള കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ്. ഒന്നാമതായിട്ട് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുക. ദെൻ ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻസ്, ജീവനക്കാരുടെ വേതനം നിശ്ചയിക്കുക, അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്, നമ്മുടെ ജീവനക്കാർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ മെയിൻറ്റെയിനിങ് ലേബർ റിലേഷൻസ് ആൻഡ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻസ്, തൊഴിലാളി യൂണിയനുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. മെയിൻറ്റെയിനിങ് ലേബർ റിലേഷൻസ് ആൻഡ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻസ് ഓൾസോ. ദെൻ ഹാൻഡ്ലിംഗ് എംപ്ലോയി ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈന്റ്സ്, ജീവനക്കാരുടെ പരാതികള്, അവരുടെ ആക്ഷേപങ്ങളൊക്കെ പരിഹരിക്കുക. പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക. ദെൻ ഡിഫെൻഡിങ് ദ കമ്പനി ഇൻ ലോ സ്യൂട്ട്സ് ആൻഡ് അവോയ്ഡിങ് ലീഗൽ കോംപ്ലിക്കേഷൻസ്, ജീവനക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ്, അല്ലെ ഫങ്ഷൻസ് ആണ് ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ ദ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. Then next about the evolution of human resources management. Human resources management evolution നമ്മൾ കാണുകയുണ്ടായി. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന സിമ്പിൾ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ നിന്നും ഇന്നൊരു സെപ്പറേറ്റ് ഫങ്ഷണൽ ഏരിയ, മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേക മേഖലയായിട്ട്, പ്രൊഡക്ഷനോ മാർക്കറ്റിംഗോ എന്ന് പറയാം, അല്ലെങ്കിൽ ഫിനാൻസോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സെപ്പറേറ്റ് ഫങ്ഷണൽ ഏരിയ, ഒരു ക്രൂഷ്യൽ ഡിസിഷണൽ ഏരിയ, നിർണായക തീരുമാനമെടുക്കേണ്ട ഒരു മേഖലയായിട്ട് ഇന്ന് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് വളർന്നിരിക്കുന്നു. കേവല സ്റ്റാഫിംഗിൽ നിന്നും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിലേക്കുള്ള ആ പരിണാമം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആ വളർച്ചയുടെ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അബൌട്ട് ദ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ പരിണാമം ഏത് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. The Industrial Revolution and the emergence of trade union movement led to appointing labor welfare officers as an effective link between the owners and the workers. വ്യവസായ വിപ്ലവം നമുക്കറിയാം. അപ്പോൾ വ്യവസായ വിപ്ലവത്തോട് കൂടിയിട്ട് ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ വന്നു. ഒരുപാട് തൊഴിലാളികൾക്ക് ഫാക്ടറികളിൽ ജോലി ലഭിച്ചു. മെക്കനൈസേഷൻ വന്നതോട് കൂടിയിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വന്നു. അപ്പോൾ ഒരുപാട് പുതിയ ഫാക്ടറികൾ നിലവിൽ വന്നു. ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് ജീവനക്കാരെ എൻഗേജ് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, അവിടെ വർക്കേഴ്സിനെയും ഓണേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് ലേബർ വെൽഫെയർ ഓഫീസേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തുടങ്ങി. ലേബർ വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞ് പ്രത്യേകം ജീവനക്കാരെ വർക്കേഴ്സും ഓണേഴ്സും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത് തുടങ്ങി പല സ്ഥാപനങ്ങൾ. Again, introduction of factory system led to appointing personal officer to hire people for the organization. അപ്പോൾ ഫാക്ടറി സിസ്റ്റം വന്നു, വൻകിട ഫാക്ടറികൾ നിലവിൽ വന്നു. അവിടെ പേഴ്സണൽ ഓഫീസർ, ജീവനക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഓഫീസർ എന്ന് പറയുന്ന ജീവനക്കാരെ നിയമിക്കാൻ തുടങ്ങി. പിന്നീട് അവര് ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? പേഴ്സണൽ മാനേജേഴ്സ് എന്നവർ അറിയപ്പെടാൻ തുടങ്ങി. ആ പേഴ്സണൽ ഓഫീസേഴ്സ് ആണ് പിന്നീട് പേഴ്സണൽ മാനേജറായി മാറിയത്. Then again, the human relations approach recognizes human factor as a most important instrument for success of an organization. This led to appointing human resources managers. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് മാനേജ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് തോട്ട് ആണ്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച് വന്നതോട് കൂടിയിട്ട് ജീവനക്കാർക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. അപ്പോൾ ജീവനക്കാരുടെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ആവശ്യകതയെ കുറിച്ചൊക്കെ അവിടെ
വ്യവസായ മേഖലകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എന്ന് പറയുന്ന പ്രത്യേക മാനേജർമാരെ നിയമിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ അഫയേഴ്സ് നോക്കാൻ വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യുകയും ആ ഡിപ്പാർട്ട്മെന്റ് തലവനായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സിനെ നിയമിക്കാൻ തുടങ്ങി. അപ്പോൾ ലേബർ വെൽഫെയർ ഓഫീസറിൽ നിന്നും പേഴ്സണൽ ഓഫീസറിലേക്കും തുടർന്ന് പേഴ്സണൽ മാനേജേഴ്സിലേക്കും മാറുകയും പിന്നീട് അത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എന്നുള്ള ഒരു ബ്രോഡർ ഏരിയയിലേക്ക് വളരുകയും ചെയ്തു. ഇതാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് അതിന്റെ പരിണാമം പറയാൻ കഴിയുക. about the evolution of human resources management. ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ട്രേഡ് യൂണിയൻ സമ്പ്രദായമൊക്കെ വന്നതോടുകൂടി അവിടെ മാനേജ്മെന്റിനെയും വർക്കേഴ്സിനെയും അല്ലെങ്കിൽ ഓണേഴ്സിനെയും വർക്കേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ലേബർ വെൽഫെയർ ഓഫീസേഴ്സ് നിയമിതരായി. പിന്നീട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആരംഭിച്ച് ഫാക്ടറി സിസ്റ്റം വന്നു. അവിടെ പേഴ്സണൽ ഓഫീസേഴ്സിനെ, ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഓഫീസേഴ്സിനെ നിയമിച്ചു. അവർ പിന്നീട് പേഴ്സണൽ മാനേജേഴ്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ചിന്റെ വളർച്ചയോട് കൂടിയിട്ടാണ് അവിടെ എന്താണ് ഹ്യൂമൻ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥാപനത്തിൽ എന്ന് തിരിച്ചറിയുകയും അതിലൂടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ അതിനുവേണ്ടി ഫോം ചെയ്യുകയും ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യുകയും അതിന്റെ തലവനായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് മാനേജറെ നിയമിക്കുകയും ചെയ്തു. ഇത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, മനുഷ്യവിഭവശേഷി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് വൻകിട സ്ഥാപനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് പോലെ തന്നെ അവിടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ്. ഇപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന സിമ്പിൾ ഒരു എല്ലാ മാനേജർമാരും ചെയ്യുന്ന ഒരു ഫംഗ്ഷന് ഉപരിയായിട്ട് ഇന്ന് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ബ്രോഡ് ഏരിയയിലാണ് നമ്മൾ സ്റ്റാഫിങ്ങിനെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ഒരു പാർട്ട് മാത്രമായിട്ടാണ് ഇവിടെ സ്റ്റാഫിംഗ് വരുന്നത്. So that about the staffing, its meaning and also importance of staffing and also how it is evolved as human resources management. So നമ്മുടെ സ്റ്റാഫിങ്ങിന്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ സ്റ്റാഫിങ്ങിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു. So thank you all. Thank you for watching this video.